ടീച്ചർ, ഈ മഹാഭാരതത്തിൽ എനിക്ക് തോന്നുന്നു ആധുനിക കാലത്ത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഇതിഹാസ കഥാപാത്രമാണ് ദ്രൗപദി അഥവാ പാഞ്ചാലി. പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ മകൾ, പാഞ്ചാല ദേശത്തെ രാജകുമാരി പാഞ്ചാലി. ഈ നിറഞ്ഞ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം സ്വന്തം അനുജനാൽ, ഭർത്താവിൻ്റെ അനുജനാൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിന് ഇരയായ ഒരു നിസ്സഹായായ ഒരു സ്ത്രീ കൂടിയാണ്, ഒരു വനിതാ രത്നം കൂടിയാണ് പാഞ്ചാലി അഥവാ ദ്രൗപദി. അവരെ നമ്മൾ പഞ്ചകന്യകൾ അഥവാ പഞ്ചരത്നങ്ങൾ എന്നൊക്കെയാണ് അവരെ അതിൽ ഒരാളായിട്ടാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ രണ്ടാം ഊഴത്തിൽ ഈ പാഞ്ചാലിക്ക് അർഹമായ ഒരു പ്രാധാന്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള പഞ്ചരത്നങ്ങളിൽ പഞ്ചകന്യകകളിൽ ഉൾപ്പെടുന്ന വിധത്തിലുള്ള ഒരു ചിത്രീകരണമോ അല്ല നൽകിയിരിക്കുന്നത്. ഈ പാഞ്ചാലി, മഹാഭാരതത്തിലെ പാഞ്ചാലിയും രണ്ടാം ഊഴത്തിലെ പാഞ്ചാലിയും തമ്മിൽ ഒന്ന് വിശകലനം ചെയ്യാമോ ടീച്ചർ? പാഞ്ചാലി നമുക്കറിയാം ഒരു ദിവ്യ ജന്മമായിട്ടാണ് കരുതുന്നത്. അതെ, പഞ്ചകന്യമാരിൽ ഒരാളാണ്. അപ്പോൾ പഞ്ചകന്യ എന്ന് പറഞ്ഞ സാധാരണ നമ്മുടെ മലയാളത്തിലെ കന്യകയല്ല, അല്ല, കന്യ എന്ന് പറഞ്ഞാല് മകള്, സ്ത്രീ, സ്ത്രീ എന്നൊക്കെ അർത്ഥമുണ്ട്. ശ്രേഷ്ഠയായ വനിത, ശ്രേഷ്ഠയായ വനിത അതില് വരുന്നതാണ് ദ്രൗപദി. പക്ഷെ ദ്രൗപദിയൊക്കെ ഇതിൽ രണ്ടാം ഊഴത്തില് മറ്റ് കഥാപാത്രങ്ങളെ ചെയ്യുന്ന പോലെ തന്നെ ദ്രൗപദിയും മോശക്കാരിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം, ദ്രുപദന്റെ മകൾ കൃഷ്ണ എന്നാണ് ഈ ശരിക്കുള്ള പേര്. അതെ, കൃഷ്ണവർണ്ണത്തോടുകൂടി അത് ദ്രോണരോട് പ്രതികാരം വീട്ടാൻ വേണ്ടി അദ്ദേഹം പുറപ്പെട്ട്, അതായത് സിദ്ധന്മാരായിട്ടുള്ള ഋഷികളെ കൊണ്ടുവന്ന് യാഗം ചെയ്തു. അത് രണ്ട് ലക്ഷ്യമായിരുന്നു. ഒന്ന്, ദ്രോണരെ കൊല്ലാൻ പ്രാപ്തനായ ഒരു ശക്തനായ മകൻ വേണം. അപ്പൊ ദൃഷ്ടദ്യുമ്നൻ ജനിച്ചു. രണ്ടാമത് അർജുനനെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. തന്നെ തോൽപ്പിച്ചു കൊണ്ടുപോയ ആളല്ലേ. അപ്പോൾ അർജുനനെ ബന്ധുവായി കിട്ടണം. അപ്പൊ അതിന് തനിക്കൊരു മകളെ കിട്ടണം, അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അത് ഇങ്ങനെ ആഗ്രഹിച്ചത് ചെയ്തു. അപ്പൊ രണ്ടാം ഊഴത്തില് ഇങ്ങനെ മന്ത്രം അല്ല, അഗ്നിയിൽ നിന്നും വരുന്നതല്ല, ഉദ്ഭവിക്കുന്നതല്ല. നമ്മളെ സാധാരണ മനസ്സിലാക്കിയിട്ടുള്ളത്, വ്യാസൻ പറഞ്ഞിട്ടുള്ളത് അഗ്നിയിൽ നിന്ന് ജനിച്ചവൾ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. യാഗമൊക്കെ ചെയ്ത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഗർഭം ധരിച്ച് തന്നെയാണ് ഇവർ രണ്ടുപേരെയും പ്രസവിക്കുന്നത്. അത് അങ്ങനെ ആ ഒരു വ്യത്യാസമേ അതിനകത്ത് ഉള്ളൂ. പക്ഷെ പിന്നീടുള്ള വസ്ത്രാക്ഷേപം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതായിട്ട് രണ്ടാം ഊഴത്തിലും കാർവയുടെ ഇതിലും ഇല്ല. അതങ്ങ് ഒഴിവാക്കി. കാരണം പാഞ്ചാലിയോട് ചെയ്ത ദ്രോഹം ഒരു വിഷയമേ അല്ല. ഏറ്റവും വലിയ ദ്രോഹം അതാണ്. പാഞ്ചാലിയെ, ഇവരെ 5 പേരെയും പാഞ്ചാലിയെ അടിമയാക്കി, ദാസിയാക്കി, അത് അങ്ങനെ ചെയ്തു. പക്ഷേ ഏറ്റവും മോശപ്പെട്ടായിട്ട് നമ്മളുടെയൊക്കെ മനസ്സിൽ ഇരിക്കുന്നത് ഈ വസ്ത്രാക്ഷേപമാണ്. അത് സാധാരണ മനുഷ്യർ പോലും പക വന്നാൽ അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഇത് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ വസ്ത്രാക്ഷേപം ചെയ്തത് ഒഴിവാക്കിയിരിക്കുക. കാരണം, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൃഷ്ണന്റെ മഹത്വം അവിടെ കൊണ്ടുവരരുത്. വസ്ത്രാക്ഷേപം ചെയ്തപ്പോ ഒന്നൊഴിയാതെ ഇങ്ങനെ നിരനിരയായിട്ട് വസ്ത്രം പാഞ്ചാലിയുടെ അരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അത് ശ്രീകൃഷ്ണൻ ആണല്ലോ അത് ചെയ്തത്. അപ്പോൾ ശ്രീകൃഷ്ണന്റെ മഹത്വവും ശ്രീകൃഷ്ണന്റെ ശക്തിയുമൊക്കെ അവിടെ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് വസ്ത്രാക്ഷേപം ഒഴിവാക്കി. പിന്നെ അവരെ അടിമകളാക്കി, അതായത് ചൂടുകളിൽ ജയിച്ച് അവരെ അടിമകളാക്കി. പക്ഷെ അടിമത്തത്തിൽ നിന്നും ഇവരെങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാല്, പാഞ്ചാലി കാല് പിടിച്ച് അപേക്ഷിച്ചു എന്ന് ധൃതരാഷ്ട്ര അടുത്ത് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോൾ ഇങ്ങനെ ചെയ്തെന്നാണ്. പക്ഷെ യഥാർത്ഥ കഥയില്, വ്യാസന്റെ കഥയിൽ പറയുന്നത്, ഈ ശ്രീകൃഷ്ണൻ ഇങ്ങനെ വസ്ത്രം കൊടുത്തപ്പോൾ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി, ഭയന്നു പോയി. ഇവര് ധൃതരാഷ്ട്രം ഭാര്യ ഗാന്ധാരിയും ഭയന്നു പോയി. അതൊരു കാര്യം. രണ്ടാമത്, അവർക്കറിയാം ഈ പാഞ്ചാലിയെ ഇത്രയും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പാഞ്ചാലി ശപിക്കും, അത് ഏൽക്കുകയും ചെയ്യും. കാരണം അഗ്നിപുത്രിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഇവര് ഭയന്നിട്ടാണ് ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല, കാല് പിടിച്ച് കരഞ്ഞു. അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ പാഞ്ചാലിയെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കൃത്യ എന്ന് പറയുന്ന ഒരു ദേവതയായിട്ട് പാഞ്ചാലിയെ സാമ്യപ്പെടുത്തുകയാണ്. കൃത്യ എന്ന് പറയുന്നത്
ഈ ആവാഹിച്ച് വരുത്തും, അതായത് ദുർമന്ത്രവാദികളെ ആവാഹിച്ച് വരുത്തുന്ന ഒരു ദേവതയാണ് കൃത്യ. അപ്പൊ ദുർമന്ത്രവാദത്തിലും അതിൽ ആവാഹിച്ച് വരുത്തുന്ന ദേവതയിലും ഒക്കെ ഇവർക്ക് വിശ്വാസമുണ്ടോ? പിന്നെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കൃത്യയോട് ഉപമിക്കുകയാണ് പാഞ്ചാലിയെ. ഇങ്ങനൊരു കാര്യം വ്യാസൻ പറഞ്ഞിട്ടേ ഇല്ല. ഇവര് കൊണ്ടുവരാണ്. അപ്പൊ മന്ത്രവാദത്തിൽ ഇവർക്ക് ദുർമന്ത്രവാദത്തിൽ വിശ്വാസമുണ്ട്. അപ്പൊ അതിനെ ആവാഹിച്ച് വരുത്തപ്പെടുന്ന ആ ഒരു ദേവത കൃത്യ, അതിനോട് ഉപമിച്ചിരിക്കുന്നത്. അതും ആരാണ് ഉപമിച്ചത്? കാർവേയാണ്. അതിനെ അതുപോലെ പകർത്തുകയാണ്. അതേ സെന്റൻസ് ഇങ്ങനെ പകർത്തുകയാണ് ഈ രണ്ടാം ഊഴത്തില്. അപ്പോ അഴിച്ചിട്ട മുടിയും രൗദ്രഭാവവും എല്ലാം അത് കൃത്യയോട് ഉപമിക്കുന്ന എപ്പോഴാന്ന് വെച്ചാല് കൃഷ്ണൻ ശാന്തിദൂതുമായിട്ട് പോകാൻ പുറപ്പെടുന്ന സമയത്ത്, അതായത് നമ്മൾ അവസാനത്തെ കൈ ഒന്നും കൂടെ നോക്കിക്കളയാം, ഇവര് നമ്മുടെ രാജ്യം തിരിച്ചു തരികയാണ്. അപ്പോ പാഞ്ചാലിക്ക് ദേഷ്യം വന്നല്ലോ. തീർച്ചയായിട്ടും അവരോട് ചെയ്ത ദുഷ്കൃത്യം ആലോചിച്ചത്. അതുകൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ദേഷ്യത്തിൽ തന്നെയാണ് ചെല്ലുന്നത്. അപ്പോ മുടി അഴിച്ചിട്ടേക്കാണല്ലോ അന്ന് ദുശാസന കൈവച്ച നാളെ തൊട്ട് മുടി അഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോ അഴിച്ചിട്ട മുടിയും രൗദ്രം നിറഞ്ഞ കണ്ണുകളും ഒക്കെ കണ്ടിട്ട് കൃത്യയോട് ഉപമിക്കുകയാണ്. ഇത് കാർവേ ചെയ്തത് അങ്ങനെ ആ പാസേജ് തന്നെ ഇങ്ങെടുത്തിരിക്കുകയാണ് രണ്ടാം ഊഴത്തില്. അപ്പോ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ എല്ലായിടത്തുനിന്നും മന്ത്രം, ശാപം, അങ്ങനെയുള്ള സകല കാര്യങ്ങളെയും മാന്ത്രികമായിട്ടുള്ള എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയും, എന്നാൽ ഇവിടെ ദുർമന്ത്രവാദം അവർക്ക് അതിനെ സ്വീകാര്യമല്ല, അതിനോട് ഉപമിക്കുകയാണ്. അപ്പൊ അതൊക്കെ അവർക്ക് നല്ല അത് ഉപയോഗപ്പെടുത്താൻ അറിയാം. അതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം പറയുന്നത്, എപ്പോഴും ഇതിൽ പറയുന്നതായിട്ട് പലരും എടുത്ത് കോട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പാഞ്ചാലിയുടെ അഴിഞ്ഞ മുടിക്ക് വേണ്ടിയല്ല, കെട്ടഴിഞ്ഞ മുടിക്ക് വേണ്ടിയല്ല യുദ്ധം ചെയ്തതെന്ന്. മഹാഭാരത യുദ്ധം നടന്നത് പാഞ്ചാലിയുടെ കെട്ടഴിഞ്ഞ മുടിക്ക് വേണ്ടിയല്ല എന്ന് ഈ MT പലയിടത്തും എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് പലരും ഏറ്റുപിടിച്ച് അതിനെ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ശരിക്ക്? ഇപ്പം നമ്മളാരും പറയുന്നില്ല ഈ കെട്ടഴിഞ്ഞ മുടി കെട്ടി വെക്കാനാണ് യുദ്ധം ചെയ്തതെന്ന്. യുദ്ധം അധർമ്മികൾക്കെതിരെ ചെയ്തതാണ്. പിന്നെ അവർക്ക് രാജ്യം നഷ്ടപ്പെട്ടു. മുടിക്കെട്ടഴിഞ്ഞത് മാത്രമല്ല, അത് അതിന് പ്രാധാന്യം ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്, പ്രാധാന്യമുണ്ട്. കാരണം ആ മുടിക്കെട്ട് അഴിഞ്ഞു കിടക്കുന്ന മുടിക്കെട്ട് എന്ന് പറയുന്നത് അതിന്റെ എന്തിന്റെ സിമ്പിളാണ്? അവരോട് ചെയ്ത അനീതി, അതിക്രമം, അതിന്റെ സിമ്പിളാണത്. അപ്പൊ അതുകൊണ്ടാണ് അവരത് സൂക്ഷിക്കുന്നത്. പക സൂക്ഷിക്കാൻ വേണ്ടി ഇത് സൂക്ഷിക്കുകയാണ്, ഈ അന്യായം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ളത്. അപ്പോ അന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് തന്റെ മേലെ അന്യായം കാണിച്ചവരെ നേരെ അവരെ എതിരിടണം എന്നുള്ള ആ ന്യായബോധം, ശിക്ഷിക്കണം, ആ ന്യായബോധം അതിനെ നിസ്സാരവൽക്കരിച്ച് കാണുകയാണ് MT. അപ്പൊ ഉത്തരാധുനിക ചിന്തകര് സാധാരണ സ്ത്രീപക്ഷക്കാരാണ്, വലിയ സ്ത്രീപക്ഷവാദികളാണെന്നൊക്കെ വരുത്തി തീർക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരല്ല. ഇവിടെയും അതാണ്. ഇതിങ്ങനെ എടുത്തു പറഞ്ഞ് കളിയാക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ നമുക്ക് തോന്നും പാഞ്ചാലിയുടെ മുഴുക്കെട്ട് കഴിഞ്ഞതാ, പാഞ്ചാലിയോട് ചെയ്തത് നിസ്സാര കാര്യമായിട്ട് അവിടെ അങ്ങ് നിസ്സാരവൽക്കരിക്കുകയാണ്. കാരണം ഈ പാഞ്ചാലിയോട് ചെയ്ത അതിക്രമത്തിനും പകരം വീട്ടലുമാണ് ഭീമൻ ചെയ്തത്. ഭീമൻ ദുശാസനെ ഏറ്റവും ക്രൂരമായിട്ടാണ് കൊന്നത്. മറ്റുള്ളവരെ കൊന്നതുപോലെയല്ല, മാർബിളർന്ന് രക്തമെടുത്ത്, എന്നിട്ട് അത് താൻ കുടിക്കുന്നത് പോലെ കാണിച്ചു എന്നാണ് പറയുന്നത്. കുടിച്ചില്ല. എന്നിട്ട് പാഞ്ചാലിക്ക് തലമുടിയിൽ പുരട്ടി. അപ്പൊ ആ തലമുടിക്കെട്ടിന് വേണ്ടിയല്ലേ, അതിനു വേണ്ടിയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു തലമുടിക്കെട്ട് അത് അഴിഞ്ഞോ അത് കെട്ടിവെച്ചോ എന്നുള്ളത് അതല്ല പ്രശ്നം. സ്ത്രീയോട് മാന്യമല്ലാത്ത രീതിയിൽ, ഏറ്റവും നിഷ്ഠുരമായ രീതിയിൽ പ്രവർത്തിച്ചു, അതിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ളതാണ്. അന്ന് ആ കാലത്തെ അത്രയും പുരാതന കാലത്തെ നീതിബോധം പോലും ഇന്നത്തെ ആൾക്കാർക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ എത്ര നിസ്സാരവൽക്കരിച്ചാണ് പറയുന്നത്. അതൊരു വല്ലാത്ത ഒരു കാര്യമാണ്. അതായത് ഈ ഉത്തരാധുനികരെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് ഒരു വശത്ത് വാദിക്കുകയും മറുവശത്ത് അതിനെതിരായിട്ട് സ്ത്രീയെ ബഹുമാനിക്കാതിരിക്കുകയും. ഇപ്പൊ കുന്തിയെ ഇതുപോലെ ആക്ഷേപിച്ച് ഒരു നല്ല കഥാപാത്രത്തെ ഇത്രയും കൂടുതൽ ആക്ഷേപിച്ചു. അതുപോലെ ദ്രൗപദി പല തരത്തിലും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ടീച്ചറെ, അവിടെ ഒരു ചോദ്യം. ഈ ദ്രൗപദിയെ കുറിച്ച് പറയുമ്പോൾ രണ്ടാം ഊഴത്തിൽ എപ്പോഴും പിന്നെ നമ്മുടെ MT വാസുദേവൻ നായർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ദ്രൗപദിക്ക് അർജുനനോട് ഒരു പ്രത്യേക പ്രേമമുണ്ടായിരുന്നു എന്നും
അത് ഭീമനോടോ മറ്റു ആൾക്കാരോടോ ഇല്ലാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അത് ദ്രൗപദി വിവാഹം അതായത് വിജയം വരിച്ച് ദ്രൗപദി അവകാശം ദ്രൗപദിയുടെ മേല് അവകാശം വരുന്നത് ആർക്കാണ്? അർജുനനാണ് ദ്രൗപദിയെ നേടിയത് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്റെ ഭർത്താവായിട്ട് അവിടെ വെച്ച് അല്ലെങ്കിൽ തന്നെയും ഈ ദ്രൗപദിയുടെ അച്ഛനും സഹോദരൻ രണ്ടുപേരും അവരുടെ ലക്ഷ്യം തന്നെ അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അതിനായിട്ട് താൻ ജനിച്ചിരിക്കുന്നു, തന്നെ ജനിപ്പിച്ചത് തന്നെ അതിനുവേണ്ടിയാണെന്ന് ഒരു ബോധം ഒരു കുട്ടിയിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ അർജുനനോട് ഇഷ്ടം വരാതിരിക്കുമോ? ആ ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ ഇതില് 5 പേരെയും സ്വീകരിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും. പക്ഷേ ഈ ഇതില് കൂടുതൽ എടുത്തു കാണിക്കുന്നുണ്ട് അർജുനനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ആ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, വാസ്തവമാണ്. അതിനൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലോ ഒന്നിലും പാഞ്ചാലി ഒരു തെറ്റും കാണിച്ചിട്ടില്ല, ഒരു പിഴവും വരുത്തിയിട്ടില്ല. എല്ലാവരോടും നല്ല രീതിയിൽ തന്നെയാണ്, ഒരുപോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ തൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയെല്ലാം വേറൊരു തലത്തിലൊക്കെയാണ് ഈ രണ്ടാം ഊഴത്തിൽ ചിത്രീകരിക്കുന്നത്. അതിൽ തന്നെ ഒരിടത്ത് അതുപോലെ തന്നെ പാഞ്ചാലിയെ വെറും ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയും അത് കുറച്ചൊക്കെ കുടില ബുദ്ധിയൊക്കെ ഉള്ള സ്ത്രീയായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അതായത് രാജസൂയ യജ്ഞം നടത്തണമെങ്കിൽ ഈ മഗധ രാജാവിനെ, അതായത് ജരാസന്ധനെ പകപ്പെടുത്താതെ പറ്റില്ല. കാരണം അയാൾ നേരിടും. അയാൾ അത്ര വലിയ അഹങ്കാരിയാണ്, ശക്തിമാനുമാണ്. അയാൾ ഒരാളെയും വെറുതെ വിടില്ല. അപ്പൊ ഇവര് രാജസൂയൊന്നും പറഞ്ഞുകൂട്ടി എന്നാലും നടക്കില്ല. അത് കൃഷ്ണൻ അറിയാം, ഭാര്യയുടെ അച്ഛനും കൂടിയാണല്ലോ. അതുകൊണ്ട് ശരിയാണ്, കൃഷ്ണനോടും ഇവരോടും ആ വിരോധം. അപ്പൊ അതുകൊണ്ട് ഇവര് 5 പേരും കൂടി അല്ലെ, ശ്രീകൃഷ്ണനും അർജുനനും ഭീമനും കൂടെ ഈ പോവുകയാണ്. അപ്പോ പാഞ്ചാലിക്ക് അർജുനൻ കൂടെ ഉള്ളത് കൊണ്ട് അർജുനൻ ഇയാളെ നേരിട്ടാലോ എന്നൊരു പേടി. അങ്ങനെ ഭീമനോട് പോകാൻ നേരത്ത് പറയാണ്, സൂക്ഷിച്ചോണം, കൃഷ്ണൻ എന്ത് പറഞ്ഞാലും ചാടി പുറപ്പെടുന്ന ഒരാൾ കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ അർജുനൻ. കൃഷ്ണൻ എന്ത് പറഞ്ഞാലും ചാടി പുറപ്പെടും, സൂക്ഷിക്കാൻ പറയണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നമുക്ക് പാഞ്ചാലർക്കോ അതല്ല, പിന്നെ അതായത് ഈ ജരാസന്ധനോട് കുടിപ്പക ആർക്കാണ്? യാദവർക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് പാഞ്ചാലർക്കില്ല, ഹസ്തിനപുരക്കാർക്കില്ല. പിന്നെ എന്തിനാണെന്നുള്ളത്. അപ്പോ അതായത് പാണ്ഡവരും യാദവരും ജരാസന്ധനും തമ്മിലുള്ള ഒരു കുടിപ്പകയാണ്. അതിനകത്ത് നമ്മൾ എന്തിനാ ഇടപെടുന്നുള്ള മട്ടില് ഇങ്ങനൊരു കാര്യം വ്യാസൻ പറയുന്നതേ ഇല്ല. അതൊന്നുമില്ല. കാരണം അവിടെ വളരെ കൃത്യമായിട്ട് അധർമ്മിയായ ജരാസന്ധനെ നേരിടണം. അതാണ്. അത് മാത്രമല്ല, കൃഷ്ണൻ അതിനകത്തൊരു താല്പര്യം ഉണ്ട്, അത് വേറെയാണ്. അതെന്ന് പറഞ്ഞാൽ ഇയാള് എത്രയോ രാജാക്കന്മാരെ കൊന്നിട്ട് രാജാക്കന്മാരെ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുക ബലി കൊടുക്കാനായിട്ട്. അതാണ്. അപ്പൊ ആ ബലി തടയണം. അതാണ് ശ്രീകൃഷ്ണന്റെ ഉള്ളില്. അവരെ മോചിപ്പിക്കണം. എത്ര കണക്കില്ലാത്ര, എത്ര 100 1000 എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാനിപ്പോ ഓർക്കുന്നില്ല. പക്ഷെ 100 കണക്കിന് രാജാക്കന്മാരെ കൊണ്ടിട്ടിരിക്കുകയാണ് തടവില്. ഏതോ ഒരു പ്രത്യേക ദിവസം ബലിയർപ്പിക്കാനായിട്ട്. അതിനു മുമ്പ് അവിടെ എത്തി ഇയാളെ കൊല്ലണം. അതാണ് കൃഷ്ണന്റെ മനസ്സിലിരിപ്പ്. പക്ഷെ ഇവിടെ പാഞ്ചാലി പറയുന്നതായിട്ട് പാഞ്ചാലി ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. പാഞ്ചാലി കൃഷ്ണ ഭക്തയാണ്. പാഞ്ചാലി ഒരിക്കലും കൃഷ്ണനെ കുറ്റപ്പെടുത്തി പറയില്ല. പക്ഷെ ഇവിടെ 2 കാര്യങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, പാഞ്ചാലിക്ക് അർജുനനോടുള്ള താല്പര്യം. അതായത് ഭീമൻ അർജുനനെ നോക്കിക്കോണേ, അർജുനനെ നേരിടാൻ സമ്മതിക്കരുതേ, ഭീമൻ എന്ത് സംഭവിച്ചാലും എന്നുള്ള ഭയം. അത് ഭീമൻ അവിടെ പറയുന്നത്. പക്ഷേ അർജുനന് പറ്റരുത്. പിന്നെ കൃഷ്ണനെ എങ്ങനെയാന്ന് വെച്ചാൽ യാദവർ തമ്മിലുള്ള കുടിപ്പക തീർക്കാൻ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ ഇത്രയും ഒരു വക്രീകരിച്ച് വ്യാഖ്യാനിക്കുക. അതായത് ഈ കൃതിയുടെ യഥാർത്ഥ സ്രഷ്ടാവ് സ്വപ്നത്തിൽ പോലും കാണാത്ത സങ്കല്പിക്കാത്ത കാര്യങ്ങൾ അതിൽ അടിച്ചേൽപ്പിക്കുക. അത് മാത്രമല്ല, കൃഷ്ണൻ പാണ്ഡവരെ ഉപയോഗിച്ചാലെന്നാണ്, അവര് കസിൻസ് അല്ലേ, അവരെ ഉപയോഗപ്പെടുത്തിയാലെന്നാണ്, യാദവർക്ക് വേണ്ടിയാണ് ഉള്ളത് കൊണ്ടാണ് പാണ്ഡവർക്ക് യുദ്ധം പോലും ജയിക്കാൻ പറ്റിയത്. അപ്പോ ഈ തരത്തിലൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ രണ്ടാം ഊഴത്തിൽ എങ്ങനെ നോക്കിയാലും ഈ 2 മഹതികളായിട്ടുള്ള സ്ത്രീകളെ കുന്തിയും പാഞ്ചാലിയും അവതരിപ്പിക്കുന്നത് വളരെ മോശമായിട്ടാണ്. അതുപോലെ വേറെ പല സന്ദർഭങ്ങളും ഉണ്ട്.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ ഭീമന് അവസാനം ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഇവര് രാജ്യം കൈയാളുന്ന സമയത്ത് പെട്ടെന്ന് യുധിഷ്ഠിരന് വല്ലാത്ത ഓരോന്ന് ഓർത്തിട്ട് എത്ര ജന്മങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ടാണ് താൻ കയറിയത്, മക്കളുമില്ല, കൗരവരെ അത്രേനെയും കൊണ്ട് ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ഓർത്തിട്ട്, അദ്ദേഹം വലിയ ധർമാത്മാവല്ലേ, അദ്ദേഹത്തിന് വലിയ സങ്കടം വന്നിട്ട് പെട്ടെന്ന് വല്ലാത്ത ഒരു വിരക്തി അങ്ങ് വന്നു. അപ്പോൾ എനിക്ക് ഭരിക്കാനാവില്ല, അതുകൊണ്ട് എനിക്ക് രാജ്യഭരണം വേണ്ട, ഭീമനായിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ കുന്തിയും ഇങ്ങനെ ആലോചിക്കും, ഭീമൻ ആകട്ടെ, അദ്ദേഹത്തിന് വേണ്ടാന്നുള്ളത്. പക്ഷെ പാഞ്ചാലി ഇത് ഇഷ്ടപ്പെടുന്നില്ല. ആ ഇഷ്ടപ്പെടാത്ത കാരണം എന്താണ്? യുധിഷ്ഠിരനോടുള്ള പ്രത്യേക താല്പര്യമല്ല. ഭീമൻ രാജാവായാൽ ഭീമന് വേറൊരു ഭാര്യയുണ്ട്, അവരായിരിക്കും മഹാറാണി. അതായത് ഭീമൻ ഇതിനിടയിൽ കാശി രാജപുത്രി, കാശി രാജാവിൻ്റെ മകള് ഒരു വലന്ധര എന്ന് പറഞ്ഞ ഒരു രാജകുമാരിയെ വിവാഹം ചെയ്തു. അപ്പോൾ ആ രാജകുമാരി ആയിരിക്കും രാജ്ഞിയാവുന്നത്. ഈ ഇന്ദ്രപ്രസ്ഥം, ഇത് ഗാണ്ഡവപ്രസ്ഥം എന്നേ പറയുള്ളൂ. ഇന്ദ്രപ്രസ്ഥം എന്ന് രണ്ടാം മൂഴക്കാരൻ പറയില്ല. കാരണം ഇന്ദ്രനെ പറയുന്ന, ഇന്ദ്രന്റെ അനുഗ്രഹം കൊണ്ടാണ് വന്ന ഇന്ദ്രപ്രസ്ഥം എന്ന് പറയില്ല. നമ്മുടെ സാറിന് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയാം. ഗാണ്ഡവപ്രസ്ഥത്തില് വനമാണ്, ശരി, വനമായിരുന്നു, അതിനെ ഇന്ദ്രപ്രസ്ഥം അതുകൊണ്ടാണ് ഇന്ദ്രപ്രസ്ഥം എന്ന് പേരിട്ടത്. ഇന്ദ്രന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഗാണ്ഡവപ്രസ്ഥം എന്നാണ് ഇതിൽ വിളിക്കുന്നത്. ഗാണ്ഡവപ്രസ്ഥത്തിൽ രാജ്ഞിയാവുന്നത് ആ വലന്ധരയായിരിക്കും. അതുകൊണ്ട് താൻ ദാസ്യപ്പണി അല്ലെങ്കിൽ താൻ സെക്കൻഡ് പ്ലേസിലായിപ്പോവും. അതുകൊണ്ട് അത് വേണ്ട. അപ്പം ഈ തരത്തിൽ കുടില ചിന്തകളും അതുപോലെ തന്നെ മോശപ്പെട്ട രീതിയിലുള്ള ചിന്തകളൊക്കെയാണ് പാഞ്ചാലിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ പാഞ്ചാലി കുന്തിയൊക്കെ അടിമുടി പാഞ്ചാലിയെ താഴ്ത്തിക്കെട്ടാൻ അത് വരയ്ക്കുന്ന ആ ഒരു ചിത്രം എന്ന് പറയുന്നത്, അതെ, ചില ഈ മോശപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ സാധാരണ ജനങ്ങളുടെ ഇടയിൽ, ആ ചില അതുപോലെ ആക്കി തീർക്കാണ്. സാധാരണക്കാരുടെ ഇടയിൽ എത്രയോ നല്ല സ്ത്രീകളുണ്ട്, പക്ഷെ അതുപോലൊന്നും അല്ല, എല്ലാം വക്രബുദ്ധിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.